Good afternoon. Good afternoon, ma'am. Last class നമ്മളൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു ചെയ്തോ? ഓക്കെ, നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പ്രയർ ആരാണ്? പ്രയർ ആരാണ്? പ്രയർ ആരാണ്? ആരുമില്ല. ഇന്ന് പ്രയർ ആരാണ്? ഞാൻ പറയാം. സന ഒന്ന് പറഞ്ഞ പ്രയർ പറയുമ്പോൾ പ്രിപ്പയർഡ് ആണെങ്കിൽ അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞിട്ടുള്ള പ്രയർ ആയാലും മതി. സന കേൾക്കാൻ പറ്റണില്ലേടാ? പറയാം ma'am. Good afternoon. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. Thank you. സൈൻ ഇൻ ആരെങ്കിലും പറയുന്നുണ്ടോ? അല്ലെങ്കിൽ പ്രിപ്പയർഡ് ആണോ സൈൻ പറയാനായിട്ട്? ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു, പ്രിപ്പയർ ചെയ്തോ? വെള്ളിയാഴ്ചത്തേക്ക് സബ്മിറ്റ് ചെയ്യാൻ വന്നതാ മിസ്സേ. കളറിൻ്റെതാ? കളറിൻ്റെത് അത് ചെയ്തു തുടങ്ങി. ചെയ്ത് തുടങ്ങി. വെള്ളിയാഴ്ചയൊക്കെയല്ലേ പറഞ്ഞേ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിട്ട്? പറഞ്ഞത്. ഓക്കെ ഓക്കെ, വെള്ളിയാഴ്ച. അതിലൊരു ഡൗട്ട്. എന്താണ് നമ്മൾ പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ്, പിന്നെ ഒരു ഇതും കൂടെ വരുന്നില്ലേ ഈ കളർ ബോക്സ് ഒക്കെ ആക്കുമ്പോ? അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വെച്ചിട്ട് നിങ്ങൾ കളർ ഷെയ്ഡുകൾ പ്രിപ്പയർ ചെയ്തോ? ഏതായാലും മതിയല്ലേ? അങ്ങനെ അതിൽ നോക്കി തന്നെ ചെയ്യണമെന്നില്ലല്ലോ? അങ്ങനെയില്ല, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു കൊച്ചു ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആരായിരുന്നു അത്? നമ്മള് ഇവിടെ പോണതിനെ കുറിച്ചിട്ട്, ട്രെയിനിങ് ഇന്റേൺഷിപ്പിന് പോണതിനെ കുറിച്ചിട്ട്. നിങ്ങളുടെ ഫ്രണ്ട് ആണോ? പരിചയമുണ്ടോ? കോണ്ടാക്ട് ഉണ്ടോ? പ്രജിത. കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ആ കുട്ടിയോട് പറയണം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ചില സ്കൂളുകൾ ലെസൺ പ്ലാൻ ഒന്നും വേണ്ട, നമ്മുടെ ലെസൺ തന്നെ നിങ്ങൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് എടുത്താൽ മതി എന്ന് ചിലപ്പോ പറയാറ്. അല്ലാത്ത സമയത്ത് ലെസൺ പ്ലാൻ വേണമെങ്കിൽ നമ്മളിവിടെ റിക്വസ്റ്റ് കൊടുക്കണം എന്ന് പറയണം കേട്ടോ. ഇവര് ലെസൺ പ്ലാന്റെയും അതേപോലെ ടീച്ചേഴ്സ് മാനുവലിന്റെയും ഫോർമാറ്റ് ആ കൊച്ചിന് കൊടുക്കും. കേട്ടാടാ? അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തോളും. എനിക്ക് തോന്നുന്നു മെയിൽ വഴി അയച്ചു കൊടുത്തോളും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കുന്ന ഒരു ഫ്രണ്ട് ആണെങ്കിൽ. അത് ആ കുട്ടി ആ സമയത്ത് ചോദിക്കാത്തത് കൊണ്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യാനെന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത്. എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചപ്പോ അത് ഇവിടെ നമുക്ക് റിക്വസ്റ്റ് വരാറുണ്ട്. അപ്പൊ ആ സമയത്താണ് നമ്മളിപ്പോ കൊടുക്കാറ്. മുമ്പ് നമ്മൾ എല്ലാ കുട്ടികൾക്കും കൊടുക്കുമായിരുന്നു. ആദ്യത്തെ ബാച്ചിലൊക്കെ എല്ലാ കുട്ടികൾക്കും കൊടുക്കുമായിരുന്നു. പക്ഷെ നമ്മൾ തേർഡ് ബാച്ച് ഒക്കെ മുതല് അങ്ങനെ എല്ലാവരും ചോദിക്കുന്നില്ല. അതെല്ലാ സ്കൂളുകളും ചോദിക്കുന്നത് ചില സ്കൂളുകൾ മാത്രം നിർബന്ധം പറയാറുള്ളൂ. അപ്പൊ അവർ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവരുടെ പോർഷൻ തന്നെ കണ്ടിന്യൂ ചെയ്തോളാനായിരിക്കും പറയണത്, അല്ലെങ്കിൽ അവരുടെ സിലബസ് ഫോളോ ചെയ്താൽ മതി, ആ ഒരു രീതിയിൽ എടുത്താൽ മതി എന്നൊക്കെയാണ് പറയാറ്. അപ്പൊ ഇപ്പൊ ആ കുട്ടിയോട് പറഞ്ഞേക്കുന്നത് വാങ്ങിച്ചിട്ട് പൊക്കോളാനായിട്ട്, അല്ലെങ്കിൽ അതൊന്ന് കാര്യങ്ങൾ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്, ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞു നിർത്തിയത്?
ഒബീഡിയൻസ് കഴിഞ്ഞു അല്ലെ? ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് വരെയും എടുത്തു അല്ലെ? അതുവരെ എടുത്തു. ഇത് ഓരോരുത്തരൊന്ന് വായിക്കാൻ നല്ലതായിരിക്കും കേട്ടോ. ഓരോ പോയിന്റ് ഓരോരുത്തർ വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് റെക്കോർഡ്. അത് നെക്സ്റ്റ് റെക്കോർഡിന്റെ കാര്യം എന്താണെന്ന് അറിയാവോ? ഞാൻ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ പോരെ? അതൊരു ബ്രേക്ക് വരൂലേ? അതിന്റെ ചാപ്റ്റർ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റെക്കോർഡിനെ കുറിച്ച് പറയുള്ളൂ കേട്ടോ. അതിൽ ഒരാളൊന്ന് വായിക്കുക കേട്ടോ. ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ടുള്ളതാണ് സേ. ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ടുള്ളത്. In a class of normalized children, mutual aid naturally takes the place of complication. These children are always helping one another. The older and more advanced show an avid interest in the progress of the younger ones. Okay. അപ്പോ ഒരു ക്ലാസ് റൂമിൽ കുട്ടികൾ എങ്ങനെയായിരിക്കണം? മ്യൂച്വൽ എയ്ഡ്, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു നേച്ചറുള്ള കുട്ടികളായിരിക്കും എങ്ങനെ നോർമൽ ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അവർക്ക് ഒരു കാര്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന്. അപ്പൊ സാധാരണ രീതിയിൽ ചിൽഡ്രൻസ് എപ്പോഴും എങ്ങനെയാണ്? ഒരാള് കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാള് കംപ്ലീറ്റ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യും. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കും. സാധാരണ രീതിയിൽ ഓൾഡർ, കുറച്ച് മുമ്പേ വന്നിട്ടുള്ള കുട്ടികൾ, നമ്മുടെ മോണ്ടിസോറി സ്കൂളിലേക്ക് മുന്നേ വന്നിട്ടുള്ള ചെയ്ത് ശീലമുള്ള കുട്ടികളായിരിക്കും. അവരായിരിക്കും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ. മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചൈൽഡ് എന്ത് ചെയ്യും? അവര് ഈ യങ്ങർ വൺസിനെ ഇപ്പൊ വന്നിട്ടുള്ള കുട്ടികൾ ചെയ്യുമ്പോൾ ടാസ്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും? ഹെൽപ്പ് ഒക്കെ ചെയ്യും. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അവർ കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇൻ ക്ലാസ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻസ് ആണ് പറയട്ടാ. എന്താ പറഞ്ഞത്? അവര് എന്താണ് പരസ്പരമുള്ള സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അവർ വർക്ക് ചെയ്യുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എപ്പോഴും ഹെൽപ്പിംഗ് വൺ അനദർ ആണ് ഓൾവേസ്. അതേപോലെ മോർ അഡ്വാൻസ്ഡ് കുട്ടികൾ അല്ലെ മോർ ഡെവലപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ യങ്ങർ വൺസിന് എന്ത് ചെയ്യും? കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവർ ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കാറുണ്ട്. അടുത്ത പോയിന്റ് ആരാ വായിക്കണേ? ഞാൻ വായിക്കാം മാം. Spontaneous self-discipline. This is one of the features that usually astonishes visitors most when they see a Montessori school for the first time. This discipline is so complete that the absence of the directors for quite a long period of time does not affect it. This discipline is one of the fruits of liberty. ഓക്കെ, നമ്മള് മോണ്ടിസോറി ടീച്ചിങ് അല്ലെങ്കിൽ മോണ്ടിസോറി സ്കൂൾ കാണുകയാണെങ്കിൽ അവിടെ പ്രത്യേക തരം ഡിസിപ്ലിൻ നമുക്കത് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇമേജിൽ ഇട്ട് കാണിച്ചു തന്നപ്പോ എന്താണ് മോണ്ടിസോറി സ്കൂൾ എങ്ങനെയാണ്? ഭയങ്കര അച്ചടക്കമുള്ള അതാത് കാര്യങ്ങൾ എവിടെയാണോ ഈ ഓരോ ഐറ്റംസിന്റെ ഓരോ മെറ്റീരിയൽസിന്റെ പ്ലേസ് ആ ഒരു പ്ലേസിലായിരിക്കും ഓരോ ഐറ്റംസും എന്ത് ചെയ്യാറ്? പ്ലേസ് ചെയ്യാറ്. കറക്റ്റ് രീതിയിൽ ഈ ഒരു ഡിസിപ്ലിൻ എന്താണ് നമ്മുടെ മോണ്ടിസോറിയുടെ ഒരു ഫീച്ചർ ആണ്. അപ്പൊ ആദ്യമായിട്ട് കാണുമ്പോൾ ആൾക്ക് എന്താണ് ഒരു അത്ഭുതമായിരിക്കും, എങ്ങനെയാണ് ഇത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണത് എന്ന്. പക്ഷെ നമുക്കറിയാം ഒരുപാട് എഫേർട്ട് എടുത്ത് നമ്മള് കുട്ടികളെ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നത്, ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് വെക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഒരുപാട് എഫേർട്സ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്. നമ്മുടെ ലോങ് പീരീഡ് ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു അച്ചടക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ആദ്യം അത് കഴിഞ്ഞ് ഇവര് ഈ നമ്മളുടെ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് എന്താവുമ്പോ മിങ്കിൾ ആവുമ്പോ അല്ലെങ്കിൽ എന്താ ഈ എൻവയോൺമെന്റ് ആയിട്ട് അറ്റാച്ച് ആവുമ്പോ കുട്ടികൾ തന്നെ എന്ത് ചെയ്യും? ഈ ഒരു അച്ചടക്കം അവരവരുടെ ഓരോ ആക്ടിവിറ്റീസിലും അത് എന്ത് ചെയ്യാൻ തുടങ്ങും? അവരത് പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു ഇൻഡിപെൻഡൻസ് ആണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ ഫലത്തിന്റെ ഒന്നാണ്. എന്ന് വെച്ചാൽ അവര് ഓരോ കാര്യങ്ങളും അവിടെ ഓരോ കുട്ടികളാണ് ചെയ്യുന്നത്. നമ്മൾ അവരെ എന്ത് ചെയ്യുന്നില്ല? കാര്യങ്ങൾ ആദ്യം ഒന്ന് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മളത് കാണിച്ചു കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ സ്വയമാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
ആ സ്വയം ചെയ്യുന്നതിന്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് ഈ ഡിസിപ്ലിൻ എന്ത് ചെയ്യാൻ പറ്റുന്നത്, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ദിസ് ഡിസിപ്ലിൻ ഇസ് വൺ ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ലിബർട്ടി. ലിബർട്ടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഡിസിപ്ലിൻ ആണ്. അടുത്ത പോലെ കേട്ടാ. ഞാൻ വായിക്കാം മാം. ഓക്കെ രേഷ്മ വായിച്ചോടാ. Joy. This joy which shines in the children's faces and surely in their whole attitude is concentration referred above. It's a deep and cryptic emotion. It is in fact the joy that nature always grants us the accompaniment to the right use of faculties. It is the joy which comes with acting in obedience to the laws of our nature. ഓക്കെ, കുട്ടികള് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിച്ചെടുക്കാൻ പറ്റും എന്നാ പറയുന്നത്. എന്ത് കാര്യം, അവർക്ക് ആ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യത്തോടു കൂടിയാണോ അത് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഓക്കെ, അതേപോലെ അവർക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, ഒരു കാര്യം നമ്മളൊരു ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ ഇറ്റ് ഈസ് ദ ഫാക്ട് ദാറ്റ് ജോയ് ദാറ്റ് നേച്ചർ ഓൾവേസ് ഗ്രാൻഡ് ആസ് ആൻ അക്കോംപ്ലിഷ്മെന്റ് ടു റൈറ്റ് യൂസ് ഓഫ് ഫാക്കൽറ്റീസ്. നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് ഒക്കെ റൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസ് ചെയ്ത് അത് അക്കോംപ്ലിഷ് ചെയ്യുമ്പോൾ, അത് എന്താണ് പൂർത്തിയാക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് വരുന്നത്. നമ്മൾ ആദ്യം തന്നെ ഒരു കുട്ടീനെ കൊണ്ടുവന്ന് മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വിടുമ്പോൾ ആദ്യം കുറെ നാളത്തേക്ക് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് നമുക്ക് അറ്റാച്ച് ആവാൻ പറ്റില്ല. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഫെയിൽ ആവും. ഫെയിൽ ആയിട്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ പഠിച്ച് എന്ത് ചെയ്യുന്നത്, സക്സസിലേക്ക് വരുന്നത്. ഓരോ കാര്യങ്ങൾ ചെയ്ത് അവരെ വർക്ക് കൊണ്ട് ചെയ്ത് പഠിച്ച് ആ ഒരു ആക്ടിവിറ്റി അവന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആവുമല്ലോ. അപ്പൊ അത് ഫുൾ ആയിട്ട് കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സോ ഹിസ് ആ ഒരു ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് നമുക്ക് വരുന്നത്. നമ്മൾ സാധാരണ അതേപോലെ തന്നെയാണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരാറുണ്ട്. ഇറ്റ് ഈസ് ദ ജോയ് വിച്ച് കംസ് വിത്ത് ആക്ടിങ് ഇൻ ഒബീഡിയൻസ് ടു ദ ലോ ഓഫ് ദ നേച്ചർ. അപ്പോ ഈ ഒരു ജോയ് എങ്ങനെ കൈവരിക്കുന്നു, നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലെ അവിടുത്തെ ലോ ആയിട്ട് അവർ അറ്റാച്ച് ആയിട്ട് അല്ലെങ്കിൽ അവരത് അനുസരിക്കുന്നത് മൂലമാണ് ഈ ഒരു സന്തോഷം അവന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഈ പോയിന്റ്സുകൾ എല്ലാവരും ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ വേഗം വായിച്ചേ, എല്ലാവരും വായിക്കാട്ടാ.
ഓക്കെ, വായിച്ചു നോക്കി എല്ലാവരും. വായിച്ചു നോക്കിയാ? എന്റെ പിള്ളേരൊന്ന് പ്രതികരിക്കേ. വായിക്കാം മിസ്സേ. ഓക്കേടാ, എത്രാമത്തെ പോയിന്റ്? ഒബീഡിയൻസ്. ഒബീഡിയൻസ്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ വായിച്ചോ? വായിച്ചു മാം. മാം ലാസ്റ്റ് പോയിന്റ് വായിക്കുകയാണ്. ഓക്കെ, വായിച്ചു. നിങ്ങൾ എന്താണ് സൈൻ ഒന്നും പറയാത്തെ? ഞങ്ങളൊക്കെ കുറച്ച് സീനിയേഴ്സ് ആയി, അതുകൊണ്ട് ഞാൻ കുറെ നാളായി പഠിക്കാൻ തുടങ്ങിയിട്ട് അത് ഞങ്ങൾക്ക് സീനിയേഴ്സ് ആയി ഞങ്ങൾ പറയില്ല, അങ്ങനെ എന്തെങ്കിലാണോ? അല്ലെങ്കിൽ എന്റെ ക്ലാസ് ആയതുകൊണ്ടാണോ? അങ്ങനെയൊന്നുമില്ല മിസ്സേ. സൈനിങ് ഗ്രൂപ്പ് പറഞ്ഞില്ലേ? അല്ല, സൈനും പറയണോ കേട്ടാ? ഒരു കോട്ട് സ്ഥലം മതി, എന്തെങ്കിലും കോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തോട്ട്സോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഓക്കെ, അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല, നിങ്ങൾ ക്ലാസ്സിൽ ചെന്നിട്ട് പഠിപ്പിച്ചൊക്കെ തുടങ്ങൂലേ, ആ ടൈമില് ആയിരിക്കും അത് ഇതവിടെ. ഓക്കെ, എല്ലാവരും വായിച്ചു കഴിഞ്ഞു വിചാരിക്കണം കേട്ടോ. ഇനി നമ്മൾ നോർമലൈസേഷനെ കുറിച്ച് ഏകദേശം ധാരണ വന്നില്ലേ എല്ലാവർക്കും? നോർമലൈസ്ഡ് ചൈൽഡ് എന്താണ്, നോർമലൈസ്ഡ് ചൈൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ലവ് ഓഫ് ഓർഡർ, അവന്റെ ക്രമം, അവിടെ ഉള്ള ഒരു ഓർഡറിനെ അവൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ലവ് ഓഫ് വർക്ക്, അവനാ ചെയ്യുന്ന ആ ജോബ് അവന് ഭയങ്കര ഇഷ്ടമായിരിക്കും, അത് എൻജോയ് ചെയ്ത് തന്നെയായിരിക്കും ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവൻ കൂടുതൽ ടൈം എടുക്കാറുണ്ട്. ഇതേപോലെ പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ, അവൻ ആ ചെയ്യുന്ന വർക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും അവൻ എന്ത് ചെയ്യുന്ന ജോബ് ചെയ്ത്. അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, അവൻ യഥാർത്ഥ ലോകമായിട്ട് നല്ല അറ്റാച്ച്ഡ് ആയിരിക്കും. ലവ് ഓഫ് സൈലൻസ് എന്ന് വെച്ചാല് ആ ഒരു എൻവയോൺമെന്റിലുള്ള സൈലൻസ് അവൻ ഇഷ്ടപ്പെട്ടു തുടങ്ങും. സബ്മിഷൻ ഓഫ് ദ പ്രോഗ്രസ് ഇൻസ്റ്റന്റ് എന്ന് വെച്ചാല് നമ്മള് എന്താണ് ഓരോ കാര്യങ്ങളും ആദ്യം കുട്ടികൾക്ക് കൈവശം വെക്കാനായിരിക്കും താല്പര്യം. ഓരോ ഐറ്റംസ് മോൺസ്റ്റർ എൻവയോൺമെന്റിൽ എല്ലാ ഐറ്റംസും ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് അറിയാം, അത് അവരുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കാനായിരിക്കും താല്പര്യം. പിന്നെ അവൻ എന്ത് ചെയ്യും, അവൻ മനസ്സിലായി തുടങ്ങും, അത് ഇവിടത്തെ ഐറ്റംസ് ആണ്, അത് ഇവിടെ ഇരിക്കേണ്ടത് എന്ന് മനസ്സിലാവും. ദ പവർ ടു ആക്ട് ഫ്രം റിയൽ ചോയ്സ്, നോട്ട് ഫ്രം ക്യൂരിയോസിറ്റി, അവൻ റിയൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ തുടങ്ങും, നോട്ട് ക്യൂരിയോസിറ്റി. അവന്റെ ആ ഒരു എന്താ പറയുക ജിജ്ഞാസ കാരണമല്ല, അവൻ റിയൽ ആയിട്ട് അവന് വേണ്ട കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്യാൻ തുടങ്ങും. ഒബീഡിയൻസ് അനുസരിക്കാനായിട്ട് അവൻ നമ്മുടെ ഈ എൻവയോൺമെന്റ് ആയിട്ട് കുറച്ചും കൂടി ഒബീഡിയന്റ് ആവും. ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്, ഓരോ കാര്യങ്ങൾ അവൻ ഓരോന്നും ഒറ്റയ്ക്ക് ചെയ്ത് ശീലിക്കാനായിട്ട് തുടങ്ങും. പിന്നെ പറഞ്ഞത് ഇൻ ദ ക്ലാസ് ഓഫ് നോർമലൈസ്ഡ് ചൈൽഡ് ആണെങ്കിൽ മെച്ചുവേർഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ കുറച്ചും കൂടി മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ് സാധാരണ യങ്ങർ വൺസിന് അവർ ചെയ്യുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളിവിടെ ഷോ ചെയ്യുന്നൊരു ഒരു കൈൻഡ് ആണ് എന്താ മ്യൂച്വൽ എയ്ഡ്, പരസ്പരമുള്ള സഹായമാണ് ബേസിക് ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ഇനി സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ, സ്വയം ഒരു അച്ചടക്കം ഉണ്ടാവും. നമുക്ക് നമ്മുടെ എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക അച്ചടക്കം ഉണ്ടാവും, ഏതൊക്കെ കാര്യങ്ങളാണ് അവിടെ കറക്റ്റ് ആയിട്ട് വെക്കേണ്ടത്, ആ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ കറക്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് പ്ലേസ് ചെയ്യാനുള്ളത്. പിന്നെ ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഭയങ്കര എൻജോയ് ആയിരിക്കും കുട്ടികൾക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ കുട്ടികളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരിക്കും അവരെന്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ ആക്ടിവിറ്റീസ്. കാരണം നമ്മൾ അവരെ കളേഴ്സ് പഠിപ്പിക്കുകയാണ് ലക്ഷ്യമെങ്കിലും, പക്ഷെ നമ്മൾ ഈ കളർ ബോക്സ് ഒക്കെ എടുത്ത് വെച്ചിങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്, കുറച്ചും കൂടി എന്താണ് കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റാണ്. ഓക്കെ, ഇനി നമ്മൾ ഡീവിയേഷനിലേക്ക് വരാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ ഡീവിയേഷൻ?
ഗതി മാറ്റുന്നാണോ? ഓക്കെ, ഗതി മാറ്റുക. വ്യതിയാനം. വ്യതിയാനം. ഓക്കെ, അത് കറക്റ്റ് വ്യതിയാനം. ഓക്കെ, നോർമലൈസ്ഡ് ചൈൽഡ് അല്ലാത്ത കുട്ടികളെ, സാധാരണ നോർമലൈസ്ഡ് ചൈൽഡ് അല്ലാത്ത കുട്ടികളെ നമ്മൾ പറയുന്നത് ഡീവിയേറ്റഡ് ചൈൽഡ് എന്നാണ്. ആരാണ് നോർമലൈസ്ഡ് ചൈൽഡ് അല്ലാത്ത അവർ നമ്മൾ എന്ത് പറയും? ഡീവിയേറ്റഡ് ചൈൽഡ് എന്നാ പറയുന്നത്. ഇപ്പോ ഒരു 20 കുട്ടികൾ ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ചിലപ്പോൾ 4 കുട്ടികൾ ഡീവിയേറ്റഡ് ചൈൽഡ് ആയിരിക്കും. പല കാറ്റഗറീസ് ഉണ്ട്, പല ക്ലാസസ് ഓഫ് ഡീവിയേഷൻസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് നോക്കാം. A deviation is a warm in character that will occur in the child during the formative years. ഈ ഡീവിയേഷൻസ് രൂപം കൊള്ളുന്നത് പല കാരണം കൊണ്ടായിരിക്കും. മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ അവന്റെ എൻവയോൺമെന്റ് ആണ്. അവൻ വളർന്നു വരുന്ന ആ ഒരു സാഹചര്യം. ചിലപ്പോൾ നല്ല എന്താ പറയാ നോർമൽ ഡീവിയേഷൻ സംഭവിക്കാനായിട്ട് ഇപ്പൊ പാരന്റ്സിന്റെ കെയർ കിട്ടാത്ത കുട്ടികൾ, ഇപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോ കുട്ടികൾ പാരന്റ്സ് അല്ല കുട്ടികളെ നോക്കുന്നത്, ഗ്രാൻഡ് പാരന്റ്സ് ആണ്. പാരന്റ്സ് എല്ലാവരും എങ്ങനെയാണ്? പുറത്ത് സെറ്റിൽഡ് ആണ്, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന പാരന്റ്സ് ആണ്. അപ്പൊ കൂടുതൽ ടൈം അവര് എന്തില്ല, ഈ പറഞ്ഞ ലവോ അറ്റാച്ച്മെന്റോ ഒന്നും പാരന്റ്സിന് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അവരുടെ ആ ഒരു എൻവയോൺമെന്റിൽ കുറച്ച് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുവഴി അവർക്ക് ഡീവിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടാ. ബർത്ത് ടു 6 years ബിക്കോസ് ഒബ്സ്റ്റക്കിൾസ്. ജനനം മുതൽ 6 വയസ്സ് വരെ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങള്, റിപ്രഷൻസ്, അടിച്ചമർത്തല്, ഒബ്സ്ട്രക്ഷൻസ്, അതും അടിച്ചമർത്തൽ ടു ഹിസ് നാച്ചുറൽ ഡെവലപ്മെന്റ്. അവന്റെ നാച്ചുറൽ ഡെവലപ്മെന്റ് ഒരുപാട് തടസ്സങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് അവൻ എന്താണെന്ന് പറയുന്നത് നമ്മൾ ഡീവിയേറ്റഡ് ചൈൽഡ് ആണെന്ന് പറയുന്നത്. Deviation occurs when the child has will to act, but these moments are restricted. അവന് കാര്യങ്ങൾ ചെയ്യണം, ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്താണ് അവനവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. അവനെ നിയന്ത്രിക്കുകയാണ്. ഭയങ്കരമായിട്ട് കൺട്രോൾ ഒക്കെ ഉള്ള പാരന്റ്സ് ആണ് വിചാരിക്കുക. ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ സമ്മതിക്കാത്ത പാരന്റ്സ് ആണെങ്കിൽ അവൻ ഡീവിയേറ്റഡ് ചൈൽഡ് ആണ്. കാരണം സാധാരണ നോർമൽ കുട്ടികൾ ചെയ്യുന്ന കാര്യം പോലും അവൻ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. when he got the interest but his necessity made, പക്ഷെ അവനത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യാനായിട്ട് പറ്റുന്നില്ല. this will be the will of the adult is altered. ഇത് മുതിർന്നവരുടെ ഇഷ്ടമായിട്ട് മാറുന്നത്. കാരണം കുട്ടികളുടെ നമ്മൾ പറയും, കുട്ടികളുടെ താല്പര്യത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ഇഷ്ടത്തിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷെ ചില പാരന്റ്സ് എന്താ ചെയ്യാം, അവരെല്ലാ കാര്യം ചെയ്തു കൊടുക്കും, കുട്ടികളുടെ ഇഷ്ടമൊന്നും നോക്കില്ല. അവർക്ക് എന്താണോ താല്പര്യം അത് അവരെന്ത് ചെയ്യും, കുട്ടികളെ അടിച്ചേൽപ്പിക്കാൻ നോക്കും. This is when the parents do not allow the child to improve his own personality. അപ്പൊ ഇങ്ങനത്തെ പാരന്റ്സ് ആണ് കുട്ടികളിൽ സ്വന്തം പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാത്ത പാരന്റ്സ്. The adult impose his personality on the child and overpower him. അപ്പൊ ഇങ്ങനെ പാരന്റ്സ് എന്ത് ചെയ്യും, അഡൾട്ട് എന്ത് ചെയ്യും, അവരുടെ പേഴ്സണാലിറ്റി കുട്ടികളെ അടിച്ചേൽപ്പിക്കാനും ഒരുപാട് നിർബന്ധം പിടിക്കും. ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് നിർബന്ധം പിടിക്കും. എന്നാൽ അവന്റെ രീതിയിൽ ചെയ്യട്ടെ എന്നല്ല നമ്മൾ വിചാരിക്കുന്നേ. പക്ഷെ അവരെന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും. പക്ഷെ അങ്ങനെ വരുമ്പോ എന്താണ് കുട്ടിക്ക് സംഭവിക്കണേ, ഡീവിയേറ്റഡ് ആവും. The child need a loving, stimulating environment without which his personality will be deviated. അപ്പൊ നല്ല ലവിങ് ആയിട്ടുള്ള, നല്ല സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു എൻവയോൺമെന്റ് ആണ് ആർക്ക് വേണ്ടത്, കുട്ടികൾക്ക് വേണ്ടത്. അല്ലാത്ത പക്ഷം കുട്ടികൾ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഡീവിയേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. Montessori felt that deviation were not in the proof of the child. മോണ്ടിസോറി പറയുന്നത് കുട്ടികളായിട്ടല്ല കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഡിവേറ്റ് ചെയ്യുന്നത്. അത് ഭൂരിഭാഗം അവന്റെ എൻവയോൺമെന്റ് ആണ് മെയിൻ കാരണം. അവനെ ഡീവിയേറ്റ് ചൈൽഡ് ആക്കാനുള്ള മെയിൻ കാരണം ആരാണ്, പാരന്റ്സ് ആണ്. അപ്പോ സാധാരണ നമുക്ക് ഫിസിക്കൽ ഡീവിയേഷൻസ്, അവന്റെ ലുക്കിലും മാറ്റങ്ങളൊക്കെ നമുക്ക് ഫിസിക്കൽ ഡീവിയേഷൻസ് സാധാരണയായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷെ മെന്റൽ ഡീവിയേഷൻസ് നമുക്ക് ഒബ്സർവ് ചെയ്തേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, the classes of deviated children, the mental deviation are difficult to identify at the peak when compared to physical deviation. നമുക്ക് മെന്റൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന അത്ര പീക്കിലെത്തുമ്പോഴാണ് അവൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒട്ടും സഹിക്കാൻ പറ്റാത്ത, അവന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരിക്കും നമുക്ക് മെന്റൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. പക്ഷെ ഫിസിക്കൽ ഡീവിയേഷൻ ലൈക്ക് സം atypical looks is physical structure. അവരുടെ വിചിത്രമായ ലുക്കിൽ നിന്നൊക്കെ നമുക്ക് ഫിസിക്കൽ ഡീവിയേഷൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും.
Deviation from the mind normally does not exhibit himself clearly. അപ്പൊ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് എന്താണ് കറക്റ്റ് ആയിട്ട് ഇതിൽ എക്സിബിറ്റ് ചെയ്യാറില്ല. It is possible to categorize 3 classes of deviation in children. അപ്പൊ 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ 3 ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ആണ് ഡീവിയേറ്റഡ് ചിൽഡ്രൻസിന് പറയുന്നത്. ഒന്ന് നോട്ടി ചിൽഡ്രൻ, ഒന്ന് വീക്ക് ചിൽഡ്രൻ, ഒന്ന് ബ്രൈറ്റ് ചിൽഡ്രൻ. 3 ക്ലാസിഫിക്കേഷൻ നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ക്ലാസ്സസ് കിട്ടി. ഓരോരുത്തർ വായിക്കോ? ഓക്കെ, Naughty children. Naughty children are strong and behave with violence to wrong treatment they have received. These children have tantrums, kick and bite, defy adults. They are generally greedy, destructive and cruel to other children and animals. Although active, these children are clumsy in their movement. ഓക്കെ, നോട്ടി ചിൽഡ്രൻസ് നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമ്മുടെ ചുറ്റുപാടുള്ള കുട്ടികളിൽ ചില കുട്ടികൾ ഭയങ്കര അനുസരണ ഒന്നുമില്ലാത്ത, പാരന്റ്സ് പറഞ്ഞാലും കേൾക്കില്ല, ഭയങ്കര ദേഷ്യം കാണിക്കുന്ന, എന്ത് പറഞ്ഞാലും അവർ ഭയങ്കര ദേഷ്യമായിരിക്കും. മറ്റുള്ളവരെ ഇടിക്കുന്നതും കടിക്കുകയൊക്കെ ചെയ്യണം, നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കും. മുതിർന്നവരെ ഒട്ടും അനുസരിക്കാത്ത, ഡിഫി ദ അഡൾട്ട്, അതേപോലെ ഗ്രിഡി ആയിട്ടുള്ള, അത്യാഗ്രഹിയായിട്ടുള്ളത്, മറ്റാർക്കൊന്നും കൊടുക്കാതെ എനിക്ക് തന്നെ വേണം, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന, ഡിസ്ട്രക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിനാശകരമായ അവനത് കിട്ടിയില്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയണം എന്നുള്ള ചിന്തയൊക്കെ ഉള്ള കുട്ടികളെയാണ് സാധാരണയായിട്ട് നോട്ടി ചൈൽഡ് ആയിട്ട് പറയാറ്. അപ്പൊ അങ്ങനത്തെ കുട്ടികളുടെ മൂവ്മെന്റ്സ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലംസി ആയിരിക്കും, വിചിത്രമായ ഓരോ മൂവ്മെന്റ്സ് ആയിരിക്കും. അവൻ എങ്ങനെയാണ് ദേഷ്യം പ്രകടിപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര വാശിക്കാരായിരിക്കും. നമ്മളപ്പോ കേട്ടിട്ടുണ്ടാവും, ഇപ്പം ഭയങ്കര കുറുമ്പനാ, ഭയങ്കര കുരുത്തക്കേട് അക്ഷരന്റെ കയ്യിലിരിക്കുന്നത്. ഓരോന്ന് കണ്ടില്ല, ആ പൂച്ചിനെ കല്ലെടുത്തെറിഞ്ഞു. അവൻ സാധാരണ മറ്റു കുട്ടികളോടും അനിമൽസിനോടും ഈ ദേഷ്യം പ്രകടിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോ ഈ നോട്ടി ചിൽഡ്രൻസിനൊക്കെ ഈ സ്നേഹം, അല്ലെങ്കിൽ അവനെ സ്നേഹിക്കാനായിട്ടോ അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ പാരന്റ്സിന് പറ്റാണ്ടൊക്കെ വരുമ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാറ്. അപ്പൊ അതിനുവേണ്ടി കുറച്ച് ടൈം എന്ത് ചെയ്യാ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അതെല്ലാം നമ്മളുടെ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നോട്ടി ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ സ്വഭാവമുള്ള കുട്ടികളെ എല്ലാവരും നമ്മൾ എന്ത് കാറ്റഗറി ചെയ്യുന്നത്, നോട്ടി ചിൽഡ്രൻസ്. ഭയങ്കര വികൃതി കുട്ടികളാന്ന് പറയും, ഭയങ്കര സ്ട്രോങ് ആൻഡ് ബിഹേവിയർ വയലൻസ്. ഈ കുട്ടികൾ എങ്ങനെയാണ് ഭയങ്കരമായിട്ട് വയലൻസ് ഒക്കെ കാണിക്കുന്ന കുട്ടികളാണ്. അവർക്കെതിരെ ഇപ്പൊ ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടുണ്ടാവുള്ളൂ, അപ്പൊ തന്നെ നമ്മൾ സോറി പറയും. അപ്പൊ സോറി പറഞ്ഞാൽ പോലും ഈ കുട്ടികൾ പെട്ടെന്ന് എന്താവും, വയലന്റ് ആവും. എന്തിനാണ് ഇങ്ങനെ തട്ടിയെന്ന് ചോദിച്ചു പെട്ടെന്ന് വയലന്റ് ആവും. നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ടി ചിൽഡ്രൻസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത് ആരാ വീക്ക് ചിൽഡ്രൻസ് വായിക്കുന്നത്? ഓക്കെ, പ്രനീഷ പറഞ്ഞോളാം. Weak children, they are considered as good children. However, they are deviated. They are lazy, stick to adult and afraid of everything new. They may form habit of lying and stealing. They are often considered to be slow learners. ഓക്കെ, വീക്ക് കുട്ടികൾ എന്ന് പറഞ്ഞാല് സാധാരണ നമ്മൾ ഈ വീക്ക് കുട്ടികളെ സാധാരണയായിട്ട് നല്ല കുട്ടികളാണ്, നല്ല അരക്കൊതുക്കുള്ള കുട്ടിയാണ് എന്നൊക്കെ പറയുന്നത് ഈ വീക്ക് ആയിട്ടുള്ള കുട്ടികളെയാണ്. പക്ഷെ ആക്ച്വലി അവരെന്താണ്, ഡീവിയേറ്റഡ് ചൈൽഡ് ആണ്. അവര് ഭയങ്കര മടിയന്മാരായിരിക്കും, അതേപോലെ ഭയങ്കരമായിട്ട് മൂടിയായിട്ടിരിക്കും. അവർക്ക് എന്താണ് ഭയങ്കരമായിട്ട് അഫ്രൈഡ് ആയിരിക്കും. പുതിയൊരു തിങ്സ് വരാണ്, പുതിയൊരു കാര്യം ചെയ്യാനൊക്കെ ഭയങ്കര പേടിയുള്ള കുട്ടികളാണ് ഈ വീക്ക് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. They may form the habits of lying and stealing. ഈ കുട്ടികൾക്ക് എന്താണ് കള്ളം പറയണതും അതേപോലെ സ്റ്റീൽ ചെയ്യുന്ന ഹാബിറ്റ്സ് ഉണ്ടാവും. അപ്പൊ വീക്ക് ചിൽഡ്രൻസ് അങ്ങനെയാണ് എന്നല്ല പറയുന്നത്. വീക്ക് ചിൽഡ്രൻസിന് ഭയങ്കര പേടിയാണ്, അഡൾട്ട്സിന് ഭയങ്കര പേടിയാണ്. ചിലപ്പോൾ പാരന്റ്സിനായിരിക്കും പേടി. സാധാരണ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പൊ നമ്മളൊരു പെൻസിൽ കൊടുത്തു വിട്ടു. സാധാരണ എല്ലാ പാരന്റ്സും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. ഒരു പെൻസിൽ കൊടുത്തു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് തിരിച്ച് വീട്ടിലേക്ക് വൈകുന്നേരം വരുമ്പോ ആ പെൻസിൽ കൊണ്ട് കളഞ്ഞിട്ടുണ്ടാവും. നമ്മള് അവര് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു എന്ന് വിചാരിക്കും, ഈ പെൻസില് നീ എന്തിനാ കൊണ്ട് കളഞ്ഞത്, ഞാൻ തന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഷൗട്ട് ചെയ്തു എന്ന് വിചാരിക്കും. ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന പാരന്റ്സ് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ അവൻ ഇതേപോലെ അവന്റെ കയ്യിൽ നിന്ന് അവന്റെ പെൻസിൽ മിസ്സായി എന്ന് വിചാരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും, സ്റ്റീൽ ചെയ്യാൻ തുടങ്ങും.
മറ്റുള്ളവരുടെ പെൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റീൽ ചെയ്യാൻ കക്കാനായിട്ട് തുടങ്ങും. ശരിക്കും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പാരന്റ്സ് ആണ്. കാരണം എന്താണ്, അവരുടെ പെൻസിൽ മിസ്സായപ്പോ അത് മറ്റൊരു കുട്ടിയുടെ പെൻസിൽ വെച്ചിട്ട് അവൻ എന്ത് ചെയ്തത്, കോമ്പൻസേറ്റ് ചെയ്തത്. അപ്പൊ നമ്മളത് പറയും, നീ എന്തിനാ മറ്റുള്ളവരെ മോഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അവനെ എന്തെയും ചീത്ത പറയും, തല്ലുകയൊക്കെ ചെയ്യും. അപ്പൊ അവർക്ക് ഭയങ്കര പേടിയാണ്. വീക്ക് ചിൽഡ്രൻസിന്റെ പാരന്റ്സിനെ അതേപോലെ തന്നെ അഡൾട്ട്സിനെ ഒക്കെ ഭയങ്കര പേടിയാണ്. They are often considered to be a slow learners. അപ്പൊ ഇവരെ നമ്മൾ സാധാരണ രീതിയിൽ കണക്കാക്കുന്നത് സ്ലോ ലേണേഴ്സ് ആണ്. പതുക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അവർ പഠിക്കും, എന്നാൽ പതുക്കെ പഠിക്കുള്ളൂ. ഓരോ കാര്യങ്ങൾ അവർക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആരാ വായിക്കുന്നേ? സന വായിച്ചോ. ബ്രൈറ്റ് ചിൽഡ്രൻ. Okay. Bright children. These children are very imaginative and have a world of their own. They have chosen neither to fight or give into hostile conditions. They have turned their back to reality and are living in their own fantasies. They are restless. ഓക്കെ, ഈ ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾ ഇവര് നല്ലതായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഭയങ്കര ഇമാജിനേറ്റീവ് ആയിരിക്കും, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് ഈ ബ്രൈറ്റ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. പക്ഷെ അവര് ജീവിക്കുന്നത് അവരുടെ സ്വന്തം വേൾഡാണ്. ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്ത് എപ്പോഴും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ വേൾഡിൽ ലീവ് ചെയ്യാനാണ് അവന് ഇഷ്ടം. അവര് ഈ ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾ മറ്റുള്ളവരോട് എന്ത് ചെയ്യില്ല, ഫൈറ്റ് ചെയ്യൂല. അതേപോലെ തന്നെ മറ്റ് കുട്ടികളോട് ശത്രുതയൊന്നും കാണിക്കില്ല. പക്ഷെ അവരെന്താണ്, അവർക്ക് ഒരിക്കലും റിയാലിറ്റിയിലേക്ക് വരാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അവരുടെ ഫാന്റസി വേൾഡിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. ദേ ആർ റെസ്റ്റ്ലെസ്. അവർ വിശ്രമിക്കുന്നില്ല. അവരുടെ ഫാന്റസി വേൾഡിൽ തിങ്ക് ചെയ്ത് ഓരോ കാര്യങ്ങളും അവരെന്ത് ചെയ്യും, തിങ്ക് ചെയ്യണം. നോട്ട് അക്സെപ്റ്റ് ദ റിയാലിറ്റി. ഈ കുട്ടികൾ പെട്ടെന്ന് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ദേ അക്സെപ്റ്റ് ദെയർ ഓൺ ഫാന്റസി വേൾഡ്. അവരുടെ ഫാന്റസി വേൾഡ് മാത്രം അക്സെപ്റ്റ് ചെയ്യും. അവരുടെ ഫാന്റസിയിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്യും. ആ ഒരു വേൾഡിൽ ജീവിക്കുന്ന കുട്ടികളാണ് ബ്രൈറ്റ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ റിയാലിറ്റി ചിലപ്പോൾ ഒരുപാട് പ്രശ്നം കൊണ്ടായിരിക്കും അവർക്ക് ഈ റിയാലിറ്റിയിലേക്ക് വരാനായിട്ടുള്ള ബുദ്ധിമുട്ട്. ചിലപ്പോൾ ഫാമിലി പ്രോബ്ലംസ്, അതേപോലെ അങ്ങനെ ഫാമിലി എൻവയോൺമെന്റിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഫാന്റസി വേൾഡ് അവന്റെ മൈൻഡിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു വേൾഡ് ആയിട്ട് അവൻ എന്ത് ചെയ്യും, ഒത്തിരി അറ്റാച്ച്ഡ് ആയിരിക്കും. ഓക്കെ, എല്ലാവരും ക്ലാസസ് ഓഫ് ഡീവിയേഷൻ വായിച്ചു നോക്കി. നോട്ടി ചിൽഡ്രൻ, വീക്ക് ചിൽഡ്രൻ, ബ്രൈറ്റ് ചിൽഡ്രൻ. വേഗം വായിച്ചു നോക്കി. മിസ്സേ, ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികള് ഡീവിയേറ്റഡ് ചിൽഡ്രൻസിൽ പെടില്ലേ? ഹൈപ്പർ ആക്റ്റീവ്. നോട്ടി ചിൽഡ്രൻ, ഹൈപ്പർ ആക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്ന ഏത് രീതിയിലാണ്? എല്ലാ ആക്ടിവിറ്റീസും ചെയ്യണ കുട്ടികളെയാണോ? ഈ നോട്ടി ചിൽഡ്രൻ കാറ്റഗറിയിലാണ് വരാറ് ഹൈപ്പർ ആക്ടിവിറ്റി, ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ. വായിച്ചു മാം. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഡീവിയേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ടൈപ്സ് ഓഫ് ഡീവിയേഷനിൽ പറയുന്നത് വെച്ചാല്, ഇതാരെങ്കിലും വായിക്കുമോ ഫുള്ളായിട്ട് ഈ പാരഗ്രാഫ്? ഞാൻ വായിക്കാം. ഓക്കെ,
Types of deviation. Some of the deviation Montessori described are seen in different forms in different types: naughty, weak, and bright of children, whilst others are unique to just one type. Children with deviated characteristics become quiet in the prepared environment since they start working on the practical materials. Children attain control over their movement and they attain power over themselves. With the increased concentration, all negative traits found in children before they come in contact with the prepared environment will disappear. They develop powers of self control and obedience. They offer mutual help and provide moral help to their peers. They are able to work in harmony. They are referred to as new children and can be referred to as normalized. ഓക്കെ, നോക്കാം. സാധാരണ രീതിയിൽ നമ്മൾ മോണ്ടിസോറി അല്ലെങ്കിൽ ഡീവിയേറ്റഡ് ചിൽഡ്രൻസിനെ പറയുന്ന 3 ഫോംസ് ആണ് പറയുന്നത്: നോട്ടി, വീക്ക്, ബ്രൈറ്റ് ചിൽഡ്രൻസ് എന്ന്. അല്ലാത്ത പക്ഷം മറ്റുള്ളവ എങ്ങനെയാണ്? മറ്റു തരത്തിലുള്ളതായിരിക്കും. സാധാരണ ചിൽഡ്രൻസ് ഈ ഒരു ക്യാരക്ടറുള്ള കുട്ടികൾ, നോട്ടി, വീക്ക്, ബ്രൈറ്റ് ആയിട്ടുള്ള ഈ ക്യാരക്ടറുള്ള കുട്ടികൾ നമ്മുടെ എൻവിയോൺമെന്റിലേക്ക്, മോണ്ടിസോറി എൻവിയോൺമെന്റിലേക്ക് വരുമ്പോൾ അവർക്ക് ആദ്യം കുറച്ച് പ്രശ്നമായിരിക്കും. അത് കഴിഞ്ഞ് അവർ എന്ത് ചെയ്യാൻ തുടങ്ങും? അവിടെ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് അവർ എന്ത് ചെയ്യാൻ തുടങ്ങും? വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ വർക്ക് ചെയ്യുമ്പോൾ അവർ കൂടുതലായിട്ട് യൂസ് ഒരു മൊമെന്റ്സ് ആണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കൈ കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഹാൻഡിന് വളരെ ഇമ്പോർട്ടൻസ് എവിടെയുണ്ട്? മോണ്ടിസോറിയിൽ ഉണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന ഹാൻഡാണ്. പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഹാൻഡിന്റെ ഓരോ യൂസുകളൊക്കെ അവിടെ പഠിക്കും. ഓക്കെ, അപ്പൊ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? Children attain control over their movements and they can attain the power over themselves. അപ്പൊ അവർക്ക് എങ്ങനെയാണ് അത് മൂവ് ചെയ്യേണ്ടത്? നമ്മൾ അവരുടെ ഹാൻഡ്സ് എങ്ങനെ മൂവ് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അത് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാനുള്ള പവർ കിട്ടും. അപ്പൊ അവരുടെ കോൺസെൻട്രേഷൻ അതുവഴി എന്ത് ചെയ്യും? കൂടാനുള്ള കാരണമാവും. അങ്ങനെ കൂടുമ്പോൾ അവരുടെ പഴയ നെഗറ്റീവ് ഇമ്പാക്ട്സ് നമുക്ക് ഈ എൻവയോൺമെന്റിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ എൻവയോൺമെന്റ് ആയിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരുപാട് ത്രെഡ്സ്, സ്വഭാവ ഗുണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് ത്രെഡ്സ് ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം മാറി അവനൊരു നല്ലൊരു എന്താണ് സെൽഫ് കൺട്രോൾ ആയിട്ട്, ആത്മനിയന്ത്രണം ഉള്ള, ഒബീഡിയന്റ് ആയിട്ട്, നന്നായിട്ട് അനുസരിക്കുന്ന ഒരു കുട്ടിയായിട്ട് മാറും. ദേ ഓഫർ മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് പ്രൊവൈഡ് മോറൽ ഹെൽപ്സ് ടു ദർ പിയേഴ്സ്. അവര് മറ്റുള്ളവരെ സഹായിക്കാൻ, പരസ്പരം സഹായിക്കാനും അതേപോലെ മോറൽ ഹെൽപ്പ്, ധാർമ്മിക സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവരുടെ സഹപാഠികൾക്ക് അല്ലെങ്കിൽ സമപ്രായക്കാർക്ക് ഈ പറഞ്ഞ പോലത്തെ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവും. ദേ ആർ ഏബിൾ ടു വർക്ക് ഇൻ ഹാർമണി. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും നല്ല സത്യസന്ധതയോട്, നല്ല ഹാർമണിയോട് കൂടി വർക്ക് ചെയ്യാനായിട്ട് വരും. അങ്ങനെ മാറിയ കുട്ടി നമ്മുടെ എൻവിയോൺമെന്റിലേക്ക് വന്ന് അത് പഴയ ഈ പറഞ്ഞ 3 ക്യാരക്ടേഴ്സ് ഉണ്ട്, നോട്ടി, വീക്ക്, ബ്രൈറ്റ് ചിൽഡ്രൻസ് എന്നൊക്കെ മാറി, ഡീവിയേഷൻസ് ഒക്കെ മാറി നല്ലൊരു എന്താ പറയാ നോർമലൈസ്ഡ് ചൈൽഡ് ആകുന്ന കുട്ടീനെ നമ്മൾ സാധാരണയായിട്ട് ന്യൂ ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. ദേ ആർ റെഫേഴ്സ്ഡ് ആസ് ടു ന്യൂ ചിൽഡ്രൻ ആൻഡ് ക്യാൻ ബി റെഫേഴ്സ്ഡ് ആസ് നോർമലൈസ്ഡ്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കുട്ടികൾ നമ്മൾ ആദ്യം നമുക്ക് തുടങ്ങുമ്പോൾ ഒരു 20 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിൽ 4 സ്റ്റുഡൻസ് ഡീവിയേറ്റഡ് ചൈൽഡ് ആണെങ്കിൽ ഒരു 3-4 മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ 4 കുട്ടികളും നമുക്ക് എന്താക്കി മാറ്റാനായിട്ട് പറ്റും? നോർമലൈസ്ഡ് ചൈൽഡ് ഓർ ന്യൂ ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് എന്ത് പറ്റും? മോണ്ടിസോറി എൻവിയോൺമെന്റ് നമ്മൾ അതിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഓക്കെ ആണോ? അത് ടൈപ്സ് ഓഫ് ഡീവിയേഷൻ കാര്യം പറഞ്ഞത്. നമുക്ക് എങ്ങനെയാ, എന്തെല്ലാം രീതിയിലാണ് നമുക്ക് തടസ്സങ്ങൾ വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഡീവിയേഷൻസ് വരുന്നത്, വ്യതിചലനം വരുന്നത്, ഏതെല്ലാം രീതിയിലാണ് നമുക്ക് നോക്കേണ്ടത്. ഓരോ പോയിന്റ്സ് ഓരോരുത്തർ വായിക്കാം കേട്ടോ. ആദ്യത്തെ പോയിന്റ് ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം. Psychic fag. Fag comes from the Italian word for runway, a flight of the mind. When the child's mind sees hindrance, the child will take refuge in a fantasy world, a world that he finds more preferable than the real environment.
2 points to know if this is a deviation. If the child cannot tell the difference between fantasy and reality. 2. If the child uses the world of fantasy as a means of escape instead of a game. To resolve this, the teacher will center on what to do at home. The teacher may recommended activities that the child could do at home. ഓക്കെ, അപ്പോ സൈക്കിക് ഫാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൺ എവേ എന്നാ പറയുന്നത്. എന്നുവെച്ചാൽ അവരുടെ മനസ്സ് പറന്ന് നടക്കുന്നതായിരിക്കും. അവർക്കൊരു ഡ്രീം ലൈക്ക് സ്റ്റേജ് ആയിരിക്കും ഈ കുട്ടികൾക്ക്. അവർ സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അവർ സ്വപ്നത്തിലായിരിക്കും. ഈ എന്താണ് പകൽക്കിനാവ് കാണുന്ന കുട്ടികൾ, നമ്മൾ പറയാറില്ലേ നീ ഈ ലോകത്തൊന്നുമല്ലേ, ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നമുള്ള കുട്ടികളായിരിക്കും ആ ഒരു പ്രശ്നം വന്നത്. അപ്പൊ അവരുടെ മനസ്സ് എപ്പോഴും പറന്ന് നടക്കാനായിട്ട് അവരുടെ ആ ഒരു ഫാന്റസി വേൾഡിലായിരിക്കും അവരുടെ മനസ്സ്. അവർക്ക് കൂടുതൽ പ്രിഫറബിൾ അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലത് എന്ന് തോന്നുന്നവർക്ക് റിയൽ വേൾഡിനേക്കാളും കമ്പാരിറ്റീവ്ലി ഫാന്റസി വേൾഡ് ആയിരിക്കും അവർക്ക് ഇഷ്ടം. അപ്പൊ 2 പോയിന്റ്സ് ആണ് നമുക്ക് ഈ ഡീവിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് നോക്കേണ്ടത്. ഈ കുട്ടികൾക്ക് അവർക്ക് ഈ ഫാന്റസി എന്താണ് റിയാലിറ്റി എന്താണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മളോട് എന്താണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു തരാൻ പറ്റാത്ത കുട്ടികൾ. അതേപോലെ ഈ കുട്ടികൾക്ക് ഫാന്റസി അവർക്ക് നമ്മളുടെ ഈ റിയൽ ആയിട്ടുള്ള കാര്യത്തിന് എസ്കേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസിന് എസ്കേപ്പ് ചെയ്യാൻ അവരുടെ ഈ ഫാന്റസി വേൾഡ് യൂസ് ചെയ്യുന്നത് എസ്കേപ്പ് ചെയ്യാനായിട്ട്. മറ്റെന്തെങ്കിലും നമ്മൾ ഗെയിം കൊടുക്കുകയാണ്, അപ്പൊ അവർ പറയാണ് ഞാൻ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കുഞ്ഞുട്ടിന്റെ ഒപ്പം കളിക്കുകയാണ്. അപ്പൊ അവരൊരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ക്യാരക്ടറിനോടൊപ്പം സംസാരിക്കുന്നതായിട്ടും അവന് ഭക്ഷണം കൊടുക്കുന്നതായിട്ടും ഇമാജിൻ ചെയ്യണം. ഫാന്റസിയാണ്, ഇമാജിനേഷൻ നല്ലതാണ്, പക്ഷെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവുന്നില്ല. എന്താണ് റിയാലിറ്റി, എന്താണ് ഫാന്റസി എന്ന് മനസ്സിലാകാത്ത ഒരു സ്റ്റേജ് വരുമ്പോൾ ദാറ്റ്സ് ഡീവിയേഷൻ. ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് സോൾവ് ചെയ്യേണ്ട, ഈ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ടീച്ചർ എന്ത് ചെയ്യും, ടീച്ചർ കുറെ എന്തൊക്കെ കാര്യങ്ങളാണ് വീട്ടിൽ ചെന്നിട്ട് ചെയ്യേണ്ടത്. വാട്ട് ടു ഡു അറ്റ് ഹോം, എന്തൊക്കെ കാര്യങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ചെയ്യാം. The teachers may recommend the activities that the child could do at home. അപ്പൊ നമുക്ക് ഇങ്ങനെ ആക്ടിവിറ്റീസ് വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കിയാലോ, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അത് വീട്ടിൽ ചെന്നിട്ട് ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് ഈ ഒരു ഫാന്റസി വേൾഡിൽ നിന്നും നമ്മളെ എവിടേക്ക് കൊണ്ടുവരുന്ന കുട്ടികളെ നമ്മുടെ റിയൽ വേൾഡിലേക്ക്, റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് വരും. ഓക്കെ, അടുത്ത പോയിന്റ് ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം മാം. Psychic barriers. This is when a child creates a barrier between him and the world. The child feels so disappointed in the way he has been treated. The child goes from a fantasy world to the rejection of real world and places obstacles against his environment. If he does not get up at the right time, his personality may be retarded. Thank you, ma'am. Okay. നമ്മള് പറയുന്നത് സൈക്കിക് ബാരിയർ ആണ്. സൈക്കിക് ഫാഗ് ഏകദേശം സെയിം രീതി തന്നെ. ഇപ്പൊ ഇവിടെ കുട്ടി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ റിയൽ വേൾഡിനും അവനും തമ്മിൽ ഒരു മതിൽ അല്ലെങ്കിൽ ഒരു തടസ്സം ക്രിയേറ്റ് ചെയ്യാണ്. അവരും റിയൽ വേൾഡും തമ്മിൽ ഒരു കോണ്ടാക്ട് ഇല്ലാത്ത രീതിയിൽ അവരൊരു എന്തെങ്കിലും ഒരു മതിലൊക്കെ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് ഡിസപ്പോയിന്റ് ആവുമ്പോൾ അവനെ ട്രീറ്റ് ചെയ്യുന്ന രീതി ശരിയല്ലാണ്ടാവുമ്പോ അവനെ ഒരുപാട് റിജക്ഷൻസ് ഒക്കെ റിയൽ വേൾഡിന് ഒരുപാട് റിജക്ട് ചെയ്യുമ്പോഴാണ് അവൻ എവിടേക്ക് പോകുന്നത്, ഫാന്റസി വേൾഡിലേക്ക് പോകുന്നത്. ഈ ഫാന്റസി വേൾഡിൽ അവന് ഇഷ്ടമുള്ള രീതിയിൽ അവനത് ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റും. അവൻ അവിടെ ഹാപ്പിയാണ്, അവൻ ആരും ചീത്ത പറയാനോ വഴക്ക് പറയാനോ ഇല്ല എന്നുള്ളൊരു തോന്നലൊക്കെ വരുമ്പോ അവന് അവിടെ തന്നെ മതി, ആ ഒരു വേൾഡ് തന്നെയാണ് നല്ലതെന്നൊക്കെ തോന്നും. അങ്ങനെ അവൻ ആ ഒരു വേൾഡിൽ നമുക്ക് റൈറ്റ് ടൈമിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ അവന്റെ പേഴ്സണാലിറ്റി റിട്രൈൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് ആ കുട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോ സൈക്കിക് ബാരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന, അവന്റെ മനസ്സുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു തടസ്സമാണ്. അവനും പുറം ലോകമായിട്ടൊരു ബാരിയർ അവൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇത് വരുന്നത് ഈ കുട്ടികളെ എങ്ങനെയാണ് ഈ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നത്? ചൈൽഡ് ഫീൽ so disappointed in the way he has been treated. ആ കുട്ടീനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന വേ അവന് ഇഷ്ടാവാതെ വരുമ്പോ, ഡിസപ്പോയിന്റ് ആവുമ്പോ, the child goes from a fantasy world to rejection to the real world. അവൻ എവിടേക്ക് പോകും? അവന്റെ ഫാന്റസി വേൾഡിലേക്ക് പോകും. അവന് റിയൽ വേൾഡിനോട് താല്പര്യം ഉണ്ടാവില്ല. എന്ന് വെച്ചാല്
സാധാരണയായിട്ട് സൈക്കിക് ബാരിയേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാല് പാരന്റ്സിന് ഒട്ടും ടൈം കിട്ടുന്നില്ല കുട്ടികളുടെ കാര്യം ഒന്നും ശ്രദ്ധിക്കാനായിട്ട് അവർക്ക് ടൈം കിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പാരന്റ്സിന് കുറച്ച് ടൈം ആണെങ്കിൽ പോലും അത് കുട്ടികൾക്കൊപ്പം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അവന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ചോദിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പറഞ്ഞ ഒരു ബാരിയർ അവൻ എന്ത് ചെയ്യുന്ന മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ 2 പോയിന്റും ഏകദേശം ഓരോ പോലെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അറ്റാച്ച്മെന്റ്. ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം മാം. ഓക്കെ. Attachment. It does not refer to natural love and affection between the child and parent, but refers to the situation where the parent, normally the mother, makes the child become dependent on them. These children are very docile because they cannot resist the strong influence of the adult. The mother will not allow to be resist the strong allowed to be independent and overshadow these children. The parents substitute their personality for the child's individual personality. The child calls for attention. Teachers should grant freedom for these kinds of children. Teachers should not serve the children, give the children all the freedom they require. Initially, provide more practical life activities for these children. ഓക്കെ, നോക്കാം കേട്ടോ. അറ്റാച്ച്മെന്റ് സാധാരണയായിട്ട് നമുക്ക് ഈ അറ്റാച്ച്മെന്റ് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ സ്നേഹവും അഫെക്ഷനൊക്കെ കുട്ടികളോട് കാണിക്കുമ്പോഴാണ് അവർക്ക് പാരന്റ്സിനോട് അറ്റാച്ച്മെന്റ് കൂടുന്നത്. അപ്പൊ കുട്ടികളുടെ എല്ലാ കാര്യം ചെയ്തു കൊടുക്കുന്നത് ആരാണ്? സാധാരണയായിട്ട് അവരുടെ കെയർ ഗീവർ ആണ്. ആരാണ്? അമ്മമാരാണ്. അപ്പൊ അമ്മമാരോട് അവർക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും, ഭയങ്കര ലവ് ആയിരിക്കും. അപ്പൊ ഈ ഒരു പ്രശ്നം എന്ന് വെച്ചാല് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാരെ സ്നേഹം പ്രകടിപ്പിക്കുന്ന പല രീതിയിലാണ്. അപ്പൊ കുട്ടികളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കില്ല, അവനെ ഇൻഡിവിജ്വലി ഡിപ്പെൻഡന്റ് ആക്കും അമ്മമാര്. എല്ലാ കാര്യവും അമ്മമാര് ചെയ്തു കൊടുക്കും. അപ്പൊ കുട്ടി എന്താ വേണം? ഡിപ്പെൻഡന്റ് ആവേണം. അമ്മയില്ലാതെ അവൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് വരാണ്. ചെറിയ കാര്യം പോലും നമ്മുടെ ഷൂവിന്റെ ലേസ് കെട്ടാനോ, അല്ലെങ്കിൽ അവന്റെ പ്രായത്തിൽ അവൻ കഴിച്ച പാത്രം കൊണ്ടുവന്ന് വാഷ് ബേസിൽ എടുത്ത് വെക്കാനോ, അല്ലെങ്കിൽ അതൊന്ന് കഴുകി വെക്കാനോ ഒന്നും ആര് സമ്മതിക്കില്ല? അമ്മമാര് സമ്മതിക്കില്ല. ഓക്കെ, അതിന്റെയൊക്കെ പ്രശ്നം എപ്പോഴാ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വലുതാവുമ്പോഴാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചെറുപ്പത്തില് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അവരെ ഒട്ടും എന്താക്കില്ല, എപ്പോഴും ഡിപ്പെൻഡന്റ് ആക്കും. ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരെ വിടില്ല. ഒരു കാര്യം അവരെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത തന്നെയാണ് ഈ അമ്മമാര് കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഭയങ്കര അനുസരണ, ഭയങ്കര ഒരു കാര്യം ചെയ്യാനായിട്ട് അവനെ എപ്പോഴും ആരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതായിട്ട് വരും? അല്ലെങ്കിൽ ആര് ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും? ഈ പാരന്റ്സ് ചെയ്തു കൊടുക്കേണ്ടി വരും. The mother will not allow the independent and overshadow these children. അപ്പൊ അവനെ കൊണ്ട് ഒരു ആക്ടിവിറ്റീസും അമ്മ ചെയ്യിപ്പിക്കുകയുമില്ല. അവൻ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാൻ പോകുമ്പോ അത് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാണ്ടത് അമ്മ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യാൻ, ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് ദ ചൈൽഡ് കോൾസ് ഫോർ അറ്റൻഷൻ. ഇങ്ങനെ ഒരു കാര്യത്തിനെയാണ് നമ്മൾ അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ടീച്ചർക്ക് മനസ്സിലായി കുട്ടിക്ക് ഒന്നും ചെയ്യാനായിട്ട് അറിഞ്ഞുകൂടാ, അവരുടെ പാരന്റ്സ് അങ്ങനെയാണ് അവനെ വളർത്തിക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? അവന് ആ ഒരു കാര്യം ആ കുട്ടിക്ക് ചെയ്യാനുള്ള ഫ്രീഡം നമുക്ക് കൊടുക്കാം. അവൻ ആ ഒരു കാര്യം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ, എന്നാ പ്ലേറ്റ് കൊണ്ടു വെച്ചോ, അല്ലെങ്കിൽ പ്ലേറ്റ് ക്ലീൻ ചെയ്ത് വെച്ചോ എന്ന് അവനെ കൊണ്ട് ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യാം, ചെയ്യിപ്പിക്കാം. അല്ലാതെ ടീച്ചേഴ്സ് പോയിട്ട് അവനത് സെർവ് ചെയ്ത് കൊടുക്കുകയല്ല വേണ്ടത്. The teachers should not serve the children. Give the children's all freedom they required. അവനത് ആ ആക്ടിവിറ്റി ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും നമ്മൾ എന്ത് ചെയ്യാം, ചെയ്തു കൊടുക്കാം. ഇനിഷ്യലി പ്രൊവൈഡ് മോർ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ്. നമുക്കറിയാം ഓഫ് ദീസ് ചിൽഡ്രൻസ്, ഇങ്ങനത്തെ കുട്ടികൾക്ക്, ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് നമ്മൾ പ്രാക്ടിക്കൽ സെഷനിൽ പോകുമ്പോൾ മനസ്സിലാവും എന്തെല്ലാം ഐറ്റംസ് ആണ് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ആക്ടിവിറ്റീസുകൾ അവരെ കൊണ്ട് തന്നെ ശീലിപ്പിക്കാം. സോ നമുക്കറിയാം മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ പുറത്തെ എൻവയോൺമെന്റ് ആയിട്ട് വളരെ അറ്റാച്ച്ഡ് ആണ്. സോ അവന് അത് വീട്ടിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ,
അറ്റാച്ച്മെന്റ് ആണ്. അറ്റാച്ച്മെന്റ് നല്ലതാണ് ഒരു പക്ഷേ എന്തൊരു പ്രശ്നമുള്ളത്, അറ്റാച്ച്മെന്റ് കൂടുന്നത് വഴി എന്താണ് അവർക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനുള്ള അവരുടെ കഴിവ് അവിടെ നഷ്ടപ്പെടാണ്. എല്ലാ കാര്യവും നമ്മുടെ സ്നേഹമാണെന്ന് പറഞ്ഞ് എല്ലാ കാര്യവും നമ്മളത് ചെയ്തു കൊടുക്കുമ്പോൾ അവനത് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് വളരെയധികം അവനെ ബാധിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് കുട്ടി വന്നതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ഓരോ ടീച്ചേഴ്സും എന്ത് ചെയ്യണം, അവരത് ഫ്രീഡ് ആയിട്ട് ചെയ്തോട്ടെ, അവരവരുടെ രീതിയിൽ ചെയ്തോട്ടെ, നമ്മൾ അതിനുള്ള ടൈം അലോ ചെയ്യണം. അതേപോലെ നമ്മൾ ഒരിക്കലും ആ കുട്ടിക്ക് സെർവ് ചെയ്ത് കൊടുക്കുകയല്ല, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുക. അവന് അത് ചെയ്യട്ടെ, അവനത് ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് കുറെ. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ അത് എന്ത് ചെയ്യണം. അതേപോലെ അതിനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കാം. പിന്നെ അവന് കുറച്ചും കൂടി മോർ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവന് ഈ റിയാലിറ്റി നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് തമ്മിൽ ഡിഫറൻസ് ഒന്നും തോന്നില്ല. ഈ മോണ്ടിസോറി എൻവയോൺമെന്റിൽ അവൻ എന്താണോ പഠിക്കുന്നത് അത് തന്നെ അവൻ റിയൽ വേൾഡിൽ പെർഫോം ചെയ്യും. ഓക്കെ, 3 പോയിന്റ് വായിച്ചേ, വേഗം വായിച്ചു നോക്കട്ടോ. മിസ്, ഞാൻ ഈ സമയത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താടാ? എനിക്ക് അടുത്ത വെള്ളിയാഴ്ച മിസ് കളർ ബോക്സ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ, അപ്പൊ എനിക്ക് അന്ന് ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ല, എനിക്കൊരു അർജൻസി ഉണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ ചെയ്തു വെച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചോട്ടെ. ക്ലാസ് കഴിയുമ്പോഴാണ് ഇപ്പൊ ചെയ്യണോ? എന്തായാലും ഇപ്പൊ ചെയ്തോ, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയത്. ഓക്കെ, ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് കളർ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാ. എന്തോ ബാക്കി എല്ലാവർക്കും ഒരു മോഡലായല്ലോ. ഇതിപ്പോ റാക്ക് ഒന്നും ഇല്ലാത്തോണ്ട് ഇങ്ങനെ ചെറിയ കട്ടിങ്സ് കൊടുത്തിട്ട് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ചെയ്തു വെച്ചു. അങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ എനിക്ക് ഫ്രൈഡേ പറ്റത്തില്ല, അതുകൊണ്ട് ഇപ്പൊ കാണിച്ചു. എല്ലാരും ക്ഷമിക്കണം, സോറി. നല്ലതാണ്, ബാക്കിയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആയില്ലേ, എങ്ങനെ ചെയ്യണ്ടെന്നുള്ളൊരു ധാരണ കിട്ടിയില്ല എല്ലാവർക്കും. പിന്നെ ഞാൻ ഇതും കൊണ്ട് പോവണ്ടേ, അതുകൊണ്ടാ, സോറി. നന്നായിരുന്നു. മാം, മോഡൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറയൂ. എന്താണ് മാം, ഉണ്ടാക്കിയത് ഗ്രൂപ്പിലും കൂടി ഷെയർ ചെയ്യാൻ പറയാമോ? മായ ഒന്ന് ഷെയർ ചെയ്യോടെ ഗ്രൂപ്പിലേക്ക്, ചെയ്യാം. ഒന്ന് ഒരു മോഡൽ ഇട്ടേക്ക്, ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. എല്ലാവരുടെയും കയ്യിൽ വേണം. നിങ്ങൾക്ക് ഇൻഡിവിജ്വലി നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങളുടെ കയ്യിൽ തന്നെ കൈവശം വെക്കണം. നിങ്ങൾക്ക് പഠിപ്പിക്കാനൊക്കെ പോകുമ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ബാക്കി പോയിന്റ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. സൈൻ ഔട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? മാം, ഒരു കാര്യം പറയാനുണ്ട്. കുറച്ചു പേര് മാത്രമേ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവുള്ളൂ. ഇപ്പൊ സൈൻ ഇനും സൈൻ ഔട്ടും പ്രെയർ ഒന്നും ആരും പറയാറില്ല. ഇത്രയും പേര് മെമ്പേഴ്സ് ഉണ്ടായിട്ട് പോലും നമ്മൾക്ക് ചിലപ്പോ റിപ്പീറ്റ് ചെയ്ത് ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ കുറച്ചുപേര് 51 പേരുണ്ട്. ഞാൻ എന്നെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50 പേരുണ്ട് ഈ ക്ലാസ്സിൽ. ഈ 50 പേരിൽ ഒരാൾക്ക് പോലും സൈൻ ഇനും സൈൻ ഔട്ടും പറയാൻ പറ്റുന്നില്ലേ? നമ്മൾ ഇങ്ങനെ മടി പിടിച്ച് പുറകിലേക്ക് ഞാനും ചെയ്യണം, മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നം എപ്പോഴാ പറ്റണേന്ന് അറിയാവോ? നമ്മളൊരു ക്ലാസ്സിൽ ചെന്ന് ഒരു ക്ലാസ് കയ്യിൽ എടുക്കണ്ടേ, അല്ലെങ്കിൽ ആ ക്ലാസ് കൈകാര്യം ചെയ്യേണ്ട കുട്ടികളല്ലേ നിങ്ങൾ ക്ലാസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കില്ല. അതുകൊണ്ടാണ് ഈ പ്രെയറും ഈ സൈൻ ഇന്നും സൈൻ ഔട്ടും അതേപോലെ ഓരോ കാര്യങ്ങൾ റീഡ് ചെയ്യിപ്പിക്കണൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ജസ്റ്റ് വന്ന് ക്ലാസ് എടുത്ത് അങ്ങോട്ട് പോയാൽ പോരെ. നിങ്ങളെ ഓരോന്നും ഡെവലപ്പ് ചെയ്യാണ് ഞങ്ങള്. അത് നിങ്ങളും കൂടി സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതില് കുറച്ച് പിള്ളേർക്ക് നന്നായിട്ട് അറിയാം. അവര് മാത്രം ആ പേര് കറക്റ്റ് ആയിട്ട് അറിയുന്ന കുട്ടികൾ മാത്രം തോന്നുന്നു കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ട് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് മുതല് ക്ലാസ് ലീഡർ ആരാണ് നിങ്ങളുടെ? മാം, ഈ വീക്കിൽ ആരും കോർഡിനേറ്റേഴ്സ് ആയിട്ടില്ല. അതിനും പോയി മുന്നോട്ട് വരുന്നില്ല മാം. ഞങ്ങൾ കുറച്ചുപേര് മാത്രമാണ് മെസ്സേജ് ഒക്കെ വിടും, പക്ഷെ ചെയ്തോലെ ആരും വരൂല. ചെയ്യുന്നവര് മാത്രമേ ഉള്ളൂ.
ആണ് ഞാൻ. പക്ഷെ ഇതുവരെ വേറെ കോർഡിനേറ്റേഴ്സിന് ആവാൻ ചോദിച്ചിട്ട് ആരും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. അതെന്താ അങ്ങനെ? നിങ്ങൾ പിന്നെ ലേസി ആവല്ലേ മക്കളെ? നിങ്ങളതൊന്ന് ആക്റ്റീവ് ആവുക. എനിക്ക് ആ ക്ലാസ്സിലേക്ക് വന്നപ്പോ ഫസ്റ്റ് വന്നപ്പോ തന്നെ മനസ്സിലായി കോർഡിനേറ്റർ ഇല്ല, എന്തൊരു പ്രശ്നമുണ്ട്. കാരണം നിങ്ങളത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുട്ടികളല്ലേ. അതുപോലെ നിങ്ങൾ മടി പിടിച്ചിരിക്കല്ലേ. കാരണം നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ക്ലാസ് ആണ്, നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യണത് എന്ന് വിചാരിച്ചൊന്ന് ചെയ്യട്ടാ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ സൈനും സൈനോടും പ്രയർ ഒക്കെ ആരാ പറയുന്നത്? ഞാൻ റെഡിയാണ്. ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു, എന്നാലും ചെയ്യാം. ഓക്കേടാ, അതൊന്ന് സെറ്റ് ചെയ്യണം കേട്ടാ. ബാക്കിയുള്ളവർ വർക്കിംഗ് ആണോ? ബുദ്ധ കോട്സ് പറഞ്ഞാൽ മതിയുടെ മായ പറഞ്ഞോ. Overthinking does nothing but it kill your happiness. അമിത ചിന്ത നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുന്നു, അല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. ദ കോട്സ്. സൈൻ ഔട്ട് ബൈ മായ. താങ്ക് യു മാം. താങ്ക് യു. നല്ല കാര്യം, നല്ല തോട്ടാട്ടാ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്യണ്ട, അതങ്ങോട്ട് ചെയ്യാം. പക്ഷെ ബാക്കിയൊക്കെ സക്സസിലേക്ക് നമുക്ക് എത്തിക്കോളൂ കേട്ടാ. ഓക്കെ, നിങ്ങളോടും കൂടിയാണ് ഒരു കാര്യം ചെയ്യാണ്. സൈൻ ഔട്ട് സൈൻ എന്നൊക്കെ പറയാൻ പറയുമ്പോ അതങ്ങോട്ട് ചെയ്തോ. വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ ഓവറായിട്ട് തിങ്ക് ചെയ്യണ്ട. ഞാൻ പറഞ്ഞ തെറ്റിപ്പോകും, ഞാൻ പറഞ്ഞ ശരിയാവില്ല, ഞാൻ ഇവര് പറഞ്ഞ പോലെ ആവില്ല എന്നൊക്കെ വിചാരിച്ച് മടിയൊന്നും പിടിച്ചിരിക്കണ്ട കേട്ടോ. അതങ്ങോട്ട് ചെയ്തോ കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. Have a nice day.